ഇക്കഴിഞ്ഞ ആഴ്ച ഇന്ത്യക്കാരെ ഒന്നടങ്കം ത്രസിപ്പിച്ച 4 പ്രധാന പേരുകളുണ്ട്. ബ്രഹ്മോസ് മിസൈൽ, ഓപ്പറേഷൻ സിന്ദൂർ, സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. ലോകം മുഴുവനും തിരഞ്ഞതും അന്വേഷിച്ചതും ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ കുറിച്ചാണ്. പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയ ഭീകര കേന്ദ്രങ്ങളെ ചുട്ടുചാമ്പലാക്കിയ ബ്രഹ്മോസിന്റെ ചരിത്രമാണ് എല്ലാവർക്കും അറിയേണ്ടത്. ബ്രഹ്മോസ് വാങ്ങുന്നതിന് ബ്രസീലും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. 1995 ഡിസംബറിലാണ് റഷ്യയും ഇന്ത്യയും സംയുക്തമായി ബ്രഹ്മോസ് എയ്റോസ്പേസ് എന്ന കമ്പനിക്ക് രൂപം കൊടുത്തത്. ഇന്ത്യക്ക് 50.5%, റഷ്യക്ക് 49.5% ഓഹരി പങ്കാളിത്തമുള്ള കമ്പനി. പാകിസ്ഥാനിലെ ഏത് ലക്ഷ്യസ്ഥാനവും തകർക്കാനുള്ള ശേഷി ബ്രഹ്മോസ് ആർജിച്ചിട്ടുണ്ട്. 200 മുതൽ 300 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ബ്രഹ്മോസ് മിസൈലിന് പൂർണ്ണമായും കഴിയും. ബ്രഹ്മോസ് മിസൈൽ രൂപം കൊടുക്കാനായി തുടക്കത്തിൽ $250 ദശലക്ഷം, അതായത് 2135 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. ബ്രഹ്മോസ് ഉൽപാദന യൂണിറ്റിന്റെ ചെലവ് ഏകദേശം 300 കോടി രൂപയാണെന്നും ഒരു മിസൈലിന്റെ വില ഏകദേശം 34 കോടി രൂപയാണെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ബ്രഹ്മോസ് മിസൈലിന്റെ വിലയെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ എവിടെയും നൽകിയിട്ടില്ല. അതിപ്പോഴും രഹസ്യമാണ്.